ചെറിയൊരു പഴമാണ്. പക്ഷേ മധുരത്തിൻ്റെ കാര്യത്തിൽ ഇത് നല്ല മധുരമുള്ളൊരു പഴമാണ്. ചക്ക വെറൈറ്റി തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് എബിയാർക്ക്. നമ്മുടെ കയ്യിൽ ഒത്തിരിയേറെ എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുണ്ട്. പർപ്പിൾ ഫോറസ്റ്റ് ഗുവ എന്നാണ് ഇതിൻ്റെ പേര്. ഭയങ്കര ഫ്ലേവർ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതിൻ്റെ. അതായത് നമുക്കൊരു ഫ്ലേവർ കമ്പയർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു പൈനാപ്പിള്, മാംഗോ, അതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ഫ്ലേവറാണ് ഇതിൻ്റെ ഫ്രൂട്ടിന് വരുന്നത്. ഇതൊരു നട്ട് വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് പറയുന്നത് ബ്രസീലിയൻ നട്ട് എന്നാണ് പറയുന്നത്. അതായത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫാഷൻ ഫ്രൂട്ടുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് ശ്രീകുമാർ. ഞാനിവിടെ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ KSRTC റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന സ്ഥലത്ത് വെളിയത്ത് ഗാർഡൻസ് എന്ന പേരിലൊരു എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫാമാണ് നടത്തുന്നത്. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒരു നഴ്സറി കൂടിയുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റുമായിരിക്കും, കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഈ തോട്ടത്തിൽ കാഴ്ച നിൽക്കുന്ന പഴച്ചെടികളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്യുകയും അത് നല്ലൊരു റെസ്പോൺസ് തന്നെ പബ്ലിക്കിൽ നിന്ന് കിട്ടിയിരുന്നു. അന്ന് നമ്മൾ ഓൾമോസ്റ്റ് കാഴ്ച നിൽക്കുന്ന എല്ലാ പഴങ്ങളുടെയും ഒരു വിഷ്വലാണ് എടുത്തിരുന്നത്. അതോടുകൂടി അതിൻ്റെ തൈകളും വിവരങ്ങളും എല്ലാം തന്നെ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് നല്ലൊരു സപ്പോർട്ട് തന്നതിൽ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് നമുക്ക് അന്ന് കാണിക്കാത്തതായിട്ടുള്ള, അതായത് പുതിയതായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെ പരിചയപ്പെടാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം ഒരുപാട് പുതിയ വെറൈറ്റികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. ഇത് ഗുവാമിറം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ശരിക്ക് യുജീനിയ ഫാമിലിയിൽ യുജീനിയ ഫ്ലോറിഡ എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ഇത് കാഴ്ചയിൽ കണ്ട വളരെ ചെറിയൊരു പഴമാണ്. പക്ഷേ മധുരത്തിൻ്റെ കാര്യത്തിൽ ഇത് നല്ല മധുരമുള്ളൊരു പഴമാണ്. ഇതിൻ്റെ തൈ വരുന്നത് ഏതാണ്ട് ഇതേപോലെയാണ് ഇതിൻ്റെ തൈ. ഇത് ശരിക്കൊരു 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. ഇത് സൗത്ത് അമേരിക്കയിലെ ആമസോൺ റീജിയനിൽ കാണപ്പെടുന്ന ഒരു തൈയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് അബിയു ഫാമിലിയിൽ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് പൗട്ടേറിയ ഡുർലണ്ടി എന്ന് പറയും. അബിയു നമുക്കിപ്പോൾ പരിചയമുള്ളൊരു വെറൈറ്റിയാണ് അബിയു പോലെ തന്നെ അതേ ഫാമിലിയിൽ തന്നെ വേറൊരു ടേസ്റ്റിൽ വരുന്നൊരു ഫ്രൂട്ടാണ്. അത്യാവശ്യം പെട്ടെന്ന് കായ്ക്കുന്ന തന്നെ ഒരു വെറൈറ്റിയാണ്. വലിയ മരമൊന്നും ആവുന്നില്ല, ഒരു ആവറേജ് ട്രീ ആയിട്ട് നിൽക്കുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അബിയുവിനെ കമ്പയർ ചെയ്ത് കുറച്ചും കൂടെ വേറൊരു ഫ്ലേവറിൽ വരുന്നൊരു വെറൈറ്റിയാണ്. ഒരുപാട് സ്ഥലം എടുക്കാതെ ഒരു ആവറേജ് ട്രീ ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് പൗട്ടേറിയ ഡുർലണ്ടി എന്ന് പറഞ്ഞ ഈ ഫ്രൂട്ട്. നമുക്ക് ഡ്രമ്മിലാണെങ്കിലും കായ്പ്പിക്കാം. അത്യാവശ്യം ഒരു വലിയൊരു ഡ്രമ്മൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിലും വെച്ച് ഇത് കായ്പ്പിക്കാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈ സ്റ്റാർട്ട് ചെയ്യുന്നത് 1200-ലാണ് ഇതിൻ്റെ തൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് റെയർ ആയതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിലേക്ക് ഇത് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൊക്കോ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നോർമൽ കൊക്കോ പ്ലാന്റ് അല്ല, കൊക്കോയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് വൈറ്റ് കൊക്കോ എന്ന് പറയും. നമ്മൾ വേറെ പേര് പറയുന്നത് മൊക്കാംബോ എന്ന് പറയും. ഇതും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് വരുന്നത് ഒരു ക്രീമി ടൈപ്പാണ്. ഇൻസൈഡ് വരുന്നൊരു സീഡ് എന്ന് പറയുന്നത് വൈറ്റ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വൈറ്റ് കൊക്കോ എന്ന് പറയുന്നത്. ഒരു ആവറേജ് മരമായിട്ട് തന്നെ വളരുന്ന ഒരു ട്രീ ആണ്. നമുക്കിത് ഡ്രമ്മിൽ കായ്പ്പിക്കാൻ കുറച്ച് പാടാണ്. അതിലും എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് നമ്മുടെ ഗ്രൗണ്ടിൽ നടുന്നതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണ്. ഇതൊരു ബുഷി ടൈപ്പാണ്. നമുക്ക് ഈ ലോണ് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ഓർണമെൻ്റൽ ടൈപ്പ് ഫ്രൂട്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഭയങ്കര ഏർലി ഫ്രൂട്ടിംഗ് ആണ്. ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഈ പ്ലാന്റ് തന്നെ ഫ്രൂട്ട് വന്നു തുടങ്ങിയതാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഫ്രൂട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മധുരം പറയുകയാണെങ്കിൽ ചെറിയൊരു മധുരമാണ് വരുന്നത്. പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ബുഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതൊരു ഓർണമെൻ്റൽ ടൈപ്പ് വെറൈറ്റി പ്ലാന്റാണ് ഈ മിസ്ട്രി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പേരയുടെയൊക്കെ ഫാമിലിയിൽപ്പെട്ട
പർപ്പിൾ ഫോറസ്റ്റ് ഗുവ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇലകളൊക്കെ വളരെ വ്യത്യസ്തമാണ്, പേരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് സാധാരണ പല കൺട്രികളിലും ഉണ്ട്. സൗത്ത് അമേരിക്കയാണിത് മെയിനായിട്ട് കാണപ്പെടുന്നത്. ജസ്റ്റ് വലിപ്പം ഇത്രേ ഉണ്ടാവുള്ളൂ, പക്ഷേ കൊലകൊലയായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതിൽ. ഇതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നതൊരു 300 റുപ്പീസിനാണ്. ഈ തൈ തന്നെ ഒരു 1.5 വർഷം 2 വർഷം ആകുമ്പോഴേക്കും കായ്ക്കും. അടുത്ത എൻ്റെ കയ്യിലിരിക്കുന്നത് അരക്കാപ്പേര എന്ന് പറയും. വേറെ പേര് പറയുകയാണെങ്കിൽ ബ്രസീലിയൻ പെർഫ്യൂംഡ് ഗുവ എന്ന് പറയും. പേര് പോലെ തന്നെ ബ്രസീലിൽ നിന്ന് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണിത്. ഇത് വലിയൊരു മരമാവാതെ ഒരു ബുഷി ടൈപ്പാണ്. ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ചട്ടികളിലും വയ്ക്കാവുന്ന ഒരു വെറൈറ്റിയാണിത്. പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണിത്. അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 1.5-2 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ കായ്ഫലം നമുക്ക് കിട്ടിത്തുടങ്ങും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഭയങ്കര ഫ്ലേവറായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ. അതായത് നമുക്കൊരു ഫ്ലേവർ കമ്പയർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു പൈനാപ്പിൾ, മാംഗോ, അതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ഫ്ലേവറാണ് ഇതിൻ്റെ ഫ്രൂട്ടിന് വരുന്നത്. ജ്യൂസിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫ്രൂട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഫ്രൂട്ട് വെയിറ്റ് വരുന്നത് ഒരു 400 to 600 ഗ്രാം വരെ ഫ്രൂട്ട് വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വരുന്ന ഒരു റെയർ വെറൈറ്റികളിൽ ഒന്നാണ് ഈ അരക്കാപ്പേര എന്ന് പറയുന്നത്. മലയാളികൾക്ക് ചക്ക മാങ്ങ ഒഴിച്ച് ഉള്ളൊരു ജീവിതം നമുക്കില്ല. അപ്പോൾ ചക്കയെ പ്രേമിക്കുന്ന ആൾക്കാർക്കുള്ളൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് എവിയാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇത് കായ്ക്കാൻ എടുക്കുന്ന സമയം 3 വർഷമാണ്. ചക്ക വെറൈറ്റി തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് എവിയാർക്ക്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മുകളിലാണെങ്കിലും ഇത് കായ്പ്പിച്ചെടുക്കാം. 3 വർഷം കൊണ്ട് തന്നെ ഇത് നമുക്ക് കായ്ഫലം തരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചക്ക തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന തൈയുടെ പേര് സിൽഡാർക്ക് സൂർനാം ചെറി എന്നാണ്. സൂർനാം ചെറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് സിൽഡാർക്ക് സൂർനാം ചെറി എന്ന് പറയുന്നത്. കാരണം സൂർനാം ചെറി റെഡ്, ബ്ലാക്ക് അങ്ങനെ പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ പുളിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ടേസ്റ്റാണ് നമുക്ക് ആ ഫ്രൂട്ടുകൾ വരുന്നത്. പക്ഷേ ഈ സിൽഡാർക്ക് ബ്ലാക്ക് സൂർനാം ചെറിക്ക് വരുന്നത് നല്ല മധുരമാണ്. ഒട്ടും ചവർപ്പോ പുളിയോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. നല്ല ഫ്രൂട്ട് മധുരത്തിലാണ് വരുന്നത്. ഇത് ഇനം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചട്ടികളിലാണെങ്കിലും വയ്ക്കാം. വലിയ മരമാവാതെ ഒരു ബുഷി ടൈപ്പിലാണ് ഇത് വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന വെറൈറ്റി ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് ഒരു നട്ട് വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറേ ഫ്രൂട്ട്സിനെ പറ്റി പരിചയപ്പെട്ടു. ഇതൊരു നട്ട് വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് പറയുന്നത് ബ്രസീലിയൻ നട്ട് എന്നാണ് പറയുന്നത്. ഈ നട്ട് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്, ഒരു നട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം മരമായിട്ട് വളരുന്നൊരു ചെടിയാണ്. കായ്ക്കാനായിട്ടൊരു 4-5 വർഷമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള കുറച്ച് പാഷൻ ഫ്രൂട്ട് വെറൈറ്റീസിനെ പരിചയപ്പെടാം. നമ്മളിലിപ്പോൾ ഉള്ളത് പാഷൻ ഫ്രൂട്ടിൽ നോർമൽ വെറൈറ്റീസ് അല്ല, അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണുള്ളത്. അതിൻ്റെ നമുക്കിപ്പോൾ ഒരു 4ഓളം വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതിലിപ്പോൾ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞത് ഓട്ടോമാൻ, പിന്നെ വരുന്നത് ടർക്കിഷ്, പിന്നെ ജപ്പാൻ, പിന്നെ M2 എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ 4 വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂ ആണ്. ഒരു മാസക്കാലത്തോളം നമുക്ക് ഇതിനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നോർമൽ വെറൈറ്റി പോലെ പെട്ടെന്ന് ചുങ്ങിപ്പോകുന്നതല്ല ഈ 4 വെറൈറ്റികളും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 400 ഗ്രാംസോളം ഈ ഫ്രൂട്ടിന് വെയിറ്റ് വരുന്നുണ്ട്. ഉള്ളിലെ ഫ്ലഷ് എന്ന് പറയുന്നത് ഒരു 60% ഇതിൻ്റെ ഉള്ളിൽ ഫ്രഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റികളാണ് ഈ 4 പാഷൻ ഫ്രൂട്ട് വെറൈറ്റീസ്. ഇനി നമുക്ക് കുറച്ച് മാംഗോ വെറൈറ്റീസ് പരിചയപ്പെടാം. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞത് R2E2 എന്ന് പറയും. ഓസ്ട്രേലിയൻ നേറ്റീവായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് R2E2. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ മാംഗോൻ്റെ കളർ വരുന്നത് റെഡിഷ് കളറിലായിട്ടാണ്, ഒരു റൗണ്ട് ഷേപ്പിലാണ് മാംഗോ വരുന്നത്. നമുക്ക് ചെറിയ തൈകളും ഇതിൻ്റെ വലിയ തൈകളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത വെറൈറ്റി നമുക്കൊരു ഇന്ത്യൻ വെറൈറ്റി പരിചയപ്പെടാം. ഇതെന്ന് പറഞ്ഞത് ചെറുക്കുരസാലു എന്ന് പറയും. ആന്ധ്രയുടെ ഒരു വെറൈറ്റിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു 3 ഇയേഴ്സിനുള്ളിൽ ഫ്രൂട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ നമുക്ക് ചെറിയ തൈകളും വലിയ തൈകളും അവൈലബിൾ ആണ്.
ഇനി അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് ആപ്പിൾ മാംഗോ ആണ്. പിന്നെ വരുന്നത് ഇത് നാംഡോക് മൈ ഗോൾഡ് ആണ്. ഇത് വരുന്നത് ആങ്കൂർ മാംഗോ എന്ന് പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റിയാണ്. ഈ ആപ്പിൾ മാംഗോയും നാംഡോക്കും തായ്ലൻഡിൻ്റെയാണ് വരുന്നത്. ഈ ആപ്പിൾ മാംഗോയുടെ പ്രത്യേകത കൊമേഴ്ഷ്യൽ വാല്യൂവും കൂടെ കുറച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ 1 കിലോ തന്നെ ഒരു മാംഗോയ്ക്ക് വെയിറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ആപ്പിൾ മാംഗോ. പിന്നെ വരുന്നത് ആങ്കൂർ എന്ന് പറഞ്ഞത് കംബോഡിയയുടെ ഒരു വെറൈറ്റിയാണ്. കംബോഡിയയുടെ ഏറ്റവും നല്ലൊരു മാംഗോയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ആങ്കൂർ മാംഗോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് നിപ്പാപ്പാം എന്ന് പറഞ്ഞ ഒരു പനവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇത് ഇന്തോനേഷ്യ, മലേഷ്യ, ബംഗ്ലാദേശ്, നമ്മുടെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ തീരപ്രദേശങ്ങളാണ് ഇത് വളരുന്നത്. തീരപ്രദേശങ്ങളിലും സംരക്ഷണത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു ചെടിയായിട്ട് ഇതിനെ കരുതാം. ഇത് മനുഷ്യന് മറ്റനവധി ഉപകാരപ്രദമാകാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കള്ള് ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. ഇതിൻ്റെ പനങ്കുല ചെത്തിയിട്ട് കള്ള് ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. അതിൽ നിന്ന് ശർക്കര ഉൽപ്പാദിപ്പിക്കാം. കൽക്കണ്ടം, പനം, പഞ്ചസാര, അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു സസ്യമാണ് ഈ പനയാണ്. ഈ നിപ്പാപ്പം എന്ന് പറയുന്നത്. ഇത് നിരനിരയായിട്ട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തീരങ്ങൾ അല്ല തിട്ടയിടിയുന്ന ഇതിനെ ഒരു ശാശ്വത പരിവാരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ സുനാമി ഉണ്ടായ കാലഘട്ടത്തിൽ ഇത് സമൃദ്ധമായി വളരുന്ന ഇന്തോനേഷ്യയുടെയോ ബംഗ്ലാദേശിൻ്റെയോ ഇത് വളരുന്ന ഭാഗങ്ങളിൽ സുനാമിയുടെ യാതൊരു പ്രശ്നവും അവിടെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു ചെടിയാണ്. അത് വളരെ അപൂർവമായിട്ടുള്ളതും നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത ഒരു പന ആണിത്. അടുത്തത് നമുക്ക് സുപരിചിതമായിട്ടൊരു പഴമാണ് ആഞ്ഞിലിപ്പഴം എന്ന് പറയുന്നത്, ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അതേ ഫാമിലിയിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണ് മെൻഡാവ എന്ന് പറഞ്ഞത്. ആഞ്ഞിലേക്കാളും വലുപ്പവും ഉള്ളിലുള്ള ഫ്ലഷ് അതിലും കൂടുതൽ വരുന്നൊരു വെറൈറ്റിയാണ് മെൻഡാവ. ഇതിൻ്റെ ബഡ് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് മറ്റേ നോർമൽ ആഞ്ഞിൽ പോലെ ഒരുപാട് പൊക്കം വയ്ക്കാതെ വളരുന്നൊരു വെറൈറ്റിയാണ് മെൻഡാവ എന്ന് പറയുന്നത്. 3 തൊട്ട് 4 വർഷം വരെ കായ്ഫലം തന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് മെൻഡാവ. ഞങ്ങളിപ്പോൾ വേൾഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, അതായത് വളരെ സെലക്റ്റീവായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫാഷൻ ഫ്രൂട്ടുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-നടുത്ത് വെറൈറ്റികൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇനിയും ഞങ്ങളതിൻ്റെ വരുന്ന മാസങ്ങളിൽ കൂടുതൽ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത പല വെറൈറ്റികളും ഒരു കോംബോ എന്ന രീതിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടി പാരഡൈസ് നട്ട് എന്ന് പറയുന്ന ഒരു നട്ട് വിഭാഗത്തിൽ വരുന്നതാണ്. ബ്രസീൽ നട്ട് എന്ന അതുപോലെ തന്നെ മറ്റൊരു നട്ടാണിത്, പാരഡൈസ് നട്ട്. ഇത് വലിയ കുറച്ച് ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ്. ഇതിൻ്റെ വിത്തുകളെന്ന് പറഞ്ഞാൽ ഒരു വലിയ പോടിനുള്ളിൽ വിത്തുകൾ അടുക്കി വെച്ച് ഇരിക്കുന്ന രീതിയിലാണ്, നിറയെ വിത്തുകൾ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതുണ്ടാകുന്നത്. വളരെ സവിശേഷമായ ടേസ്റ്റുള്ള ഒരു നട്ട് വിഭാഗത്തിൽ പെടുന്നതാണ്. ബ്രസീലിലെയും വെനസ്വേല അങ്ങനെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു നട്ട് വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണിത്. ഇത് ബൊളിവിയിൽ നിന്നുള്ള മാംഗോസിൻ ഫാമിലിയിൽപ്പെട്ട അച്ചാച്ചൂരു എന്നുള്ള പഴമാണ്. വളരെ രുചികരമായ ഒരു ഗാർസീനിയ ഫാമിലി പഴം തന്നെയാണ് ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഫലവൃക്ഷ സ്നേഹികളുടെ ഇടയിൽ ഇപ്പം ധാരാളമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴം കൂടിയാണിത്. ഇത് നന്നായിട്ട് പഴുത്താൽ മാത്രമേ നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ തോട്ടത്തിൽ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട ചെടികൾ മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒത്തിരിയേറെ എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുണ്ട്. ഇതെല്ലാം ഈ വീഡിയോയുടെ ഒരു സമയപരിമിതി കാരണം നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഇനിയുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോകളിൽ നമ്മൾ പുതിയ ഞങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വീണ്ടും നമ്മൾ കാണിക്കുന്നതാണ്. എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുടെ നല്ലൊരു ശേഖരം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. തൈകൾ ആവശ്യമുള്ളവർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാറ്റലോഗ്സ് അയച്ചു തരുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും തൈകൾ എത്തിച്ചു തരുന്നതാണ്. വെളിയത്ത് ഗാർഡൻസിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.